ഹായ് ഓൾ, എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ്. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ LSTD, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു നോട്ടിഫിക്കേഷൻ, അതായത് നഴ്സസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. സോ ഇത് വിളിച്ചേക്കുന്നത് നമ്മുടെ കേരള PSC തന്നെയാണ്. കാറ്റഗറി നമ്പർ ഈ കാണുന്ന പോലെ 289/2025 ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ, അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 3-ാം തീയതിയാണ്. അപ്പോൾ അതിന്റെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നഴ്സ് എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേര്. സ്കെയിൽ ഓഫ് പേ പറയുന്നത് 27,900 മുതൽ 63,700 കേട്ടോ, 63,700 വരെയാണ് അതിന്റെ പേ സ്കെയിൽ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നത് ഒരു വേക്കൻസി, അതായത് ഈ വിളിച്ചേക്കുന്നത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു വേക്കൻസിയാണ് ഇപ്പൊ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇനി പിന്നീട്, അതായത് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷം മുതൽ 3 വർഷം വരെ ഉണ്ടാവും. സോ അതിനിടയിൽ വരുന്ന വേക്കൻസീസ് ഒക്കെ ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ല് ചെയ്യുക. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നോക്കിയേ, മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ്, സാധാരണ PSC വിളിക്കുന്നത് പോലെ തന്നെയാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 18 മുതൽ 36 വയസ്സാണ്. അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് ജനുവരി മാസം 2-ാം തീയതി 1989 ജനുവരി മാസം 2-ാം തീയതി മുതൽ 2007 ജനുവരി മാസം 1-ാം തീയതി, ഈ ഒരു കാലഘട്ടത്തിന് ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് ജനറൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ്. ഇനി OBC, SC, ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അതായത് LSTD, അതായത് നമ്മുടെ കേരള PSC LSTD നഴ്സ് വിളിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് SSLC ഓർ ഇക്വലന്റ്. അതോടൊപ്പം തന്നെ ANM, ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ മിനിമം ഒരു 18 മാസത്തിന്റെ കോഴ്സ് ഡ്യൂറേഷൻ ആണ്. അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ ആയിരിക്കണം. അതല്ല എങ്കിൽ ANM സർട്ടിഫിക്കറ്റ് ദാറ്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ ഓതറൈസ്ഡ് അല്ലെങ്കിൽ അതോറിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ INC അംഗീകാരമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ANM സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും എലിജിബിൾ ആണ്. അല്ല എങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ KNMC, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിലും ഇത് നമുക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ രജിസ്ട്രേഷൻ ഇൻ KNMC, നമ്മുടെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷനും ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഡൗട്ടാണ് ഇതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് അല്ലേ, GNM, അതുകൂടാതെ BSc ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാകും. അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കാരണം നമ്മൾ കേരള PSCയുടെ പ്രൊഫൈൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം അല്ലെ, അതിനകത്ത് അപ്ലൈ വിത്ത് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. സോ ആരും മറക്കണ്ട, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒക്ടോബർ മാസം 3-ാം തീയതിയാണ് ഈ LSTD നഴ്സ് എന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പം എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തൽക്കാലം പത്തനംതിട്ടയിൽ ഒരു വേക്കൻസി ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുന്ന കാലയളവിൽ ആ വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് LSTD നഴ്സിന്റെ കോച്ചിങ് നമ്മുടെ എജൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ അതുകൂടെ ഒന്ന് ഓർക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.